ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. വൈദ്യുതി മേഖലയിലെ ഉൾപ്പെടെ എല്ലാ വിഭാഗം തൊഴിലാളികളും സമരത്തിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പണിമുടക്കിലൂടെയൊക്കെയാണ് നിരവധി അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. സമരത്തിനെന്നും ഞങ്ങൾ മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ്, ഇപ്പോഴും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഭരണത്തിലിരിക്കുമ്പോഴും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അപ്പം ഭരണത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ KSEBയിലെ സംഘടനകൾ ഇപ്പോൾ ഒരു സമരവുമായിട്ട് വൈദ്യുവിന് മുന്നിലിരിപ്പുണ്ട്. അതിനകത്തെ ആവശ്യങ്ങളൊക്കെ നടക്കാനുള്ളതാണ്. ഞങ്ങൾ അവരുടെ കൂടെ സമരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആരോ ചോദിച്ചു INTUC അവരുടെ കൂടെ ഉണ്ടോ? ഒരു ത്രിവർണ്ണ കൊടി കണ്ടല്ലോ. അത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട INTUC അല്ല, CPIയുമായിട്ട് ബന്ധപ്പെട്ട INTUC ആണ്. ഞങ്ങളതിനകത്തില്ല. അതെന്തോ ആയിക്കോട്ടെ. ഏതായാലും അവരുടെ സമരത്തിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മുഴുവൻ നടത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നടത്തിക്കേണ്ടവരാണ് ഈ പറയുന്നത്. ഇതൊക്കെ അവർ പറയുന്ന പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവ് പിൻവലിക്കാൻ പറയുക. പവർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അപ്പുറമാണെന്നാണോ പറയുന്നത്? പവർ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജും എല്ലാം ഉള്ള ആളാണ്. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഉത്തരവിറക്കിയാൽ അദ്ദേഹം ഇവിടെ ഇരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? കേരളത്തിൽ ഇന്ന് അങ്ങനെയൊന്നും ഒരു പവർ സെക്രട്ടറി ഇരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പിൻവലിക്കുക. ഇത് ആൾക്കാരെ ഒരുമാതിരി പൊട്ടം കളിപ്പിക്കാനുള്ള പരിപാടിയല്ലേ. ശമ്പള കൃഷ്ണ കരാറിന് അംഗീകാരം നൽകുക. ശമ്പള കൃഷ്ണ കരാർ എന്ന് പറയുന്നത് എന്താണ്? മന്ത്രി ആര്യയുടെ സാറിൻ്റെ കാലത്ത് നടത്തിയ കരാറായിക്കോട്ടെ, MM മണി സാറിൻ്റെ കാലത്ത് നടത്തിയതായിക്കോട്ടെ, മന്ത്രി നേതൃത്വം കൊടുത്ത് മന്ത്രി അറിഞ്ഞു നടത്തിയ കരാറാണ്. അതിന് പിന്നെ ഗവൺമെൻറ് അംഗീകാരം ഇല്ലെന്ന് ആരോടാണ് പറയുന്നത്? പവർ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, പവർ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറിയും ബോർഡ് ചെയർമാൻ, അവർ മൂന്നും എന്താണ്? ഗവൺമെൻറ് ഭാഗമല്ലേ. അവരറിഞ്ഞ് അവരോട് ചോദിച്ചെടുത്ത് ചർച്ച ചെയ്ത്, സർക്കാർ പോലും കമ്മീഷനെ വെക്കും, അവിടെ ചർച്ച ചെയ്തെടുക്കുന്ന ഒരു ശമ്പള പ്രശ്നത്തിന് അംഗീകാരമില്ല എന്ന് പറഞ്ഞാൽ പറയും ലേബർ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതാണ്. ലേബർ ഓഫീസിൽ കൊണ്ട് ഈ കരാർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം AK ബാലൻ്റെ കാലത്ത് നടന്ന കരാറിന് അംഗീകാരം വാങ്ങുന്നത് ആര്യാട സാർ വന്നപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് അവസാനമായിരിക്കും കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോഴത്തേക്കും ഗവൺമെൻറ് അടുത്ത ഗവൺമെൻറ് വരും. അത് സ്വാഭാവികമായിട്ടും ആ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആര്യാട സാറിൻ്റെ കാലത്തെ കരാറിന് അംഗീകാരം കൊടുക്കേണ്ടുന്നതും ഗവൺമെൻറ് ഓർഡർ മേടിക്കേണ്ടതൊക്കെ പിന്നീട് വന്ന ഗവൺമെൻറ്റാണ്. അതുപോലെ അതിനുശേഷമുള്ള MM മണി സാറിൻ്റെ കാലത്തെ കരാറിന് അംഗീകാരം ഇപ്പോൾ ഈ ഗവൺമെൻറ് കൊടുക്കണം. അത് വലിയ കാര്യമൊന്നുമല്ല. കരാർ ഒപ്പുവെച്ചതല്ലേ. ദാറ്റ്സ് ആൻ എഗ്രിമെൻറ്റ്. ID ആക്ട് അനുസരിച്ചുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലേ. അതിന് അംഗീകാരമില്ല എന്ന് പറഞ്ഞാൽ അംഗീകാരം നൽകുക. ആരോടെ ഈ പറയുന്നത് നൽകുക എന്നുള്ളത്? അതൊക്കെ ടെക്നിക്കലി അതിപ്പോൾ ബോർഡിലെ ഡയറക്ടേഴ്സ് ചെയ്യേണ്ട കാര്യമല്ല. പാവപ്പെട്ടവർ ബോഡി ഡയറക്ടേഴ്സ് കുറേ HR ഡയറക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ആരാണ്ട് പെർമനൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവരെന്തോ ചെയ്യാനാ? അവരല്ല ചെയ്യേണ്ടത്. ഇത് ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമല്ലേ. മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടൽ നടത്താൻ അത് ശരിയാണ്, സർക്കാർ ഇടപെടണം. കാരണം എന്ന് വെച്ചാൽ ഈ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഡ്യൂട്ടി കൊടുക്കാൻ UDF സർക്കാരിൻ്റെ കാലത്ത് കരാറിലുണ്ടായിരുന്നത് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഇപ്പം തിരിച്ചെടുത്തപ്പോൾ പെൻഷനേഴ്സ് കൂട്ടായ്മക്കാരും കൊണ്ടേ കേസ് കൊടുത്ത് അതെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റേയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും എനിക്കൊന്ന് ഈ ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ്റിലേക്ക് പൈസ കൊടുക്കണം, ഗവൺമെൻറ് ഇടപെട്ട പൈസ സ്ട്രിക്റ്റ് ആയിട്ട് മേടിക്കണമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ക്ഷാമബത്തെ അനുവദിക്കാൻ ഞങ്ങൾ ബഹുമാനമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഞങ്ങൾ തീരുമാനമെടുത്തു, മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. ബോർഡ് വന്ന് കോടതി പറഞ്ഞെന്താണെന്നറിയോ? നവംബർ മാസത്തിലെ ബോഡി യോഗത്തിൽ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുക ശമ്പള കൃഷ്ണ കരാറിന് അംഗീകാരമില്ലെന്ന്. ശമ്പള കൃഷ്ണ കരാറിന് അംഗീകാരമില്ല, പിന്നെ HRA കൊടുക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇത്രയും നാൾ ശമ്പളം കൊടുത്ത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. DAക്ക് മാത്രം ശമ്പള കൃഷ്ണ കരാറിന് അംഗീകാരമില്ലെന്ന് ആരോടാ പറയുന്നത്? ഇതൊന്നും മനുഷ്യരെ പൊട്ടം കളിപ്പിക്കുകയല്ലേ. എല്ലാ തൊഴിലാളികളും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കാൻ, ഓൾഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് വോട്ട് മേടിച്ച് ഭരണത്തിൽ വന്നിട്ട് ഒരു കമ്മിറ്റിയെ വെച്ച് 4-5 കോടി രൂപ മുടക്കി കമ്മിറ്റി പഠനം നടത്തി അവസാനം അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് സാറാണ് ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കി. UDF സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു ഓർഡറേ ഇറക്കിയിട്ടില്ല. ആ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ല. മാത്രമല്ല കിപ്പിക്കൊക്കെ ഈ ലോൺ എടുക്കുന്ന പൈസ ഇല്ലേ, അതെല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ്. തിരിച്ചു പോകാൻ ഒരു താല്പര്യവും ഗവൺമെൻറ് ഇല്ല. എന്നിട്ട് പറയാം ഓൾഡ് പെൻഷൻ സ്കീം എല്ലാവർക്കും കൊടുക്കാൻ. അതങ്ങനെ നടപ്പിലാക്കണം ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമല്ലേ. ഞാനിവിടെ ഒരു നിലവിലുള്ള KSEBയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2013 അതായത് നോട്ടിഫിക്കേഷൻ റേറ്റ് ഉണ്ട്. അപ്പം 1/4/2013 ഇത് വന്നതെങ്കിലും അതിന് മുമ്പുള്ളവരെ ആണെങ്കിൽ പോലും അവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇവിടെയുള്ള മെജോറിറ്റി ഒരു 99% പേർക്കും നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏതാണ്ട് 2010-ലും 2011-ലൊക്കെ നോട്ടിഫിക്കേഷൻ ഉള്ളവരാണ്. അവർക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച്. അത് ഞാൻ ബഹുമാനപ്പെട്ട ബോർഡിനൊരു കത്ത് കൊടുത്തു. ബോർഡ് അത് മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. ആദ്യത്തെ കേസിൽ ബോർഡ് എഗൻസ്റ്റായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ കേസ് കോടതി വരെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ബോഡി എന്ന് പറഞ്ഞ് ഇത് നടത്തി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുണ്ട്. ആക്ച്വലി ബോർഡിന് സാമ്പത്തിക ബാധ്യത ഇല്ല ഇത് നടപ്പിലാക്കിയാൽ. കാരണം ഇപ്പോൾ പൈസ അടയ്ക്കുന്നത് അടയ്ക്കണ്ട.
അപ്പോൾ അങ്ങനെ എതിർത്തു. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടന ഒരൊറ്റ സംഘടന ബോർഡിനൊരു കത്ത് കൊടുത്തോ? ഞങ്ങൾ കേസിന് പോയപ്പോൾ നിങ്ങളും കൂടെ ബോർഡിനൊരു കത്ത് കൊടുത്തിട്ട് ബോർഡ് അതിനെ എതിർക്കാതിരുന്നെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീം KICBയിലെ മുഴുവൻ ജീവനക്കാർക്ക് കിട്ടുമായിരുന്നല്ലോ. അതിനെ എതിർത്ത് കൊടുക്കാതിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പം സത്യാഗ്രഹം ഇരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു കത്ത് കൊടുക്കുക. അന്തസ്സുണ്ടെങ്കിൽ, ഇതിനകത്ത് ഡിമാൻഡിനോട് നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ ബോർഡിന് കത്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ ജീവനക്കാർക്കും കൊടുക്കാൻ പറ. അത് നിയമപരമായിട്ട് കൊടുക്കാവുന്ന കാര്യമാണ്. മറ്റത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ കാര്യമാണ്. അത് ഗവൺമെൻറ്റിനോടും പറയാം. പിന്നെ ആരോഗ്യ ചികിത്സാ രീതിയെക്കുറിച്ച് പറഞ്ഞു, അത് മറ്റേ ഗവൺമെൻറ്റിലെ വേണ്ട കേട്ടോ. നല്ലതൊരെണ്ണം ഇവിടെ നമുക്ക് നടപ്പിലാക്കാം. ഞങ്ങൾ നല്ലൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെറ്റി കോൺട്രാക്ടേഴ്സിൻ്റെ ബില്ല് കൊടുക്കണം, അവർ പണി കയ്യിൽ നിന്ന് കാശ് മുടക്കിയത്, അതൊക്കെ അതിനെല്ലാം പിന്തുണയുണ്ട്. പിന്നെ അത് ചില കാര്യം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പാവപ്പെട്ട ഡയറക്ടേഴ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം HR-കാരാണ്. ഗവൺമെൻറ് തീരുമാനം എടുക്കേണ്ടതിന് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവിടെ സമരം ചെയ്യണം, നമ്മൾ സമരമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഭരിക്കുന്ന കക്ഷി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ സമരങ്ങൾ നടത്തണം, സമരം നടത്തണം. സമരം അതൊക്കെ ഒരു സംഘടനയുടെ ഡ്യൂട്ടിയാണ്, കടമയാണ്. അതൊക്കെ ഒരു പുറമെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ളിക്കൂടെ ചെയ്യേണ്ടത് ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് സമരം നടത്തിയാൽ പിന്നെ അതൊരു വിശ്വാസവഞ്ചനയാവും. കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്ര നയം തിരുത്തുകയാണ്. കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്നു കേന്ദ്ര നയത്തിനെതിരെ കേരളത്തിലെ പാർലമെൻറ്റിൽ കേരളത്തിലെ MP-മാർ എല്ലാവരും കൂടി പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തും, ഗവൺമെൻറ്റിന് വേണ്ടി നിൽക്കും, അതൊക്കെ വേണം. പക്ഷേ KSEBയെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന കേരള ഗവൺമെൻറ് നയം തിരുത്തുക എന്നുള്ള ഒരു സെൻറ്റൻസ് വേണ്ടതായിരുന്നു. എന്താണേലും സമരത്തിലെ ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നടക്കുന്നില്ല എന്ന് ഇടതുപക്ഷ സംഘടനകൾ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അവരുടെ ഭരണത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കുക. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യം കൂടെ ചേർക്കായിരുന്നു കേട്ടോ. ആ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൻ്റെ പ്രൊമോഷൻ CA റിവിഷൻ്റെ 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അറിയിക്കണമെന്നും ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂൾ ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്നും ട്രെയിനിങ് തുടങ്ങണമെന്നും അതൊക്കെ ഇടേണ്ടതായിരുന്നു. അത് ബോർഡ് മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ പറ്റും. കാരണം ഇക്കാര്യത്തിൽ സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് വക്കീലിനെ വെക്കണമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ടു. അത് ബോർഡ് മാനേജ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതും ഈ ട്രെയിനിങ് ഷെഡ്യൂളൊക്കെ ബോഡി ചെയ്യേണ്ടത്, അല്ലാതെ മുഖ്യമന്ത്രി ഒന്നും വന്ന് ചെയ്യേണ്ട കാര്യമല്ല, വൈദ്യുതി മന്ത്രി വന്ന് ചെയ്യേണ്ട കാര്യമല്ല. അത് പക്ഷേ വെച്ചിട്ടില്ല കേട്ടോ. വർക്കേഴ്സിൻ്റെ പ്രൊമോഷൻ കാര്യം ഇതിനകത്ത് ഡിമാൻഡില്ല. പിന്നെ മണിയാർ പദ്ധതി 12 മെഗാവാട്ട് മണിയാർ പദ്ധതി അത് ഏറ്റെടുക്കണ്ടേ? നമുക്ക് KICB കിട്ടണ്ടേ? അത് നിങ്ങളുടെ ഡിമാൻഡ് ഇല്ലല്ലോ. കാർബണുമായിട്ട് വല്ല ഏർപ്പാടുണ്ടോ? 12 മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതിയല്ലേ, വില കുറഞ്ഞ വൈദ്യുതി. പിന്നെ വില കുറഞ്ഞ വൈദ്യുതി വേണ്ടാന്ന് വെച്ചാൽ കരാറില്ലേ? അതിന് നടപടി എടുക്കണമെന്നോ അതിൻ്റെ നഷ്ടം ഈടാക്കണമെന്നോ അതുമല്ലോ ഇന്നത്തെ പറയുന്നുണ്ട്, അതും പറയുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ വിട്ടുപോയി. അതൊന്ന് ആഡ് ചെയ്താൽ കൊള്ളാം. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളും ഇതുമായിട്ടുള്ള സമരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധവാരം കഴിഞ്ഞു. ഇനി അടുത്തൊരു സമര പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. മണിയാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വൻ സമരത്തിലേക്ക് കടക്കുകയാണ്. കാരണം അത് KICBക്ക് അവകാശപ്പെട്ടതാണ്. 45 വർഷത്തിന് ശേഷം ഈ വിഴിഞ്ഞം പദ്ധതി അദാനിയുടെ കൊച്ചുമക്കൾക്ക് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അത് നമ്മളൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ 30 വർഷത്തിന് ശേഷം വീണ്ടും ഇവർക്ക് നീട്ടിക്കൊടുക്കുന്നത്. ഇത് കേരളത്തെ സ്വത്തല്ലേ, വ്യവസായം തുടങ്ങുമെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ സ്വത്തുക്കൾ നാട്ടുകാർക്ക് കൊണ്ട് വീതിച്ചു കൊടുക്കും. ഇതിവിടെ കേശവാസപുരത്ത് നിന്ന് ഉള്ളൂർക്ക് പോകുന്ന വഴിയിൽ ഒരു തട്ടുകടക്കാരൻ വഴിയുടെ മൂലയ്ക്ക് ഷീറ്റൊക്കെ അടിച്ച് പാവപ്പെട്ടം വെച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അതെല്ലാം എടുത്ത് വലിച്ചെടുത്തിരിക്കുക കോർപ്പറേഷൻ വന്ന്. എന്നിട്ട് ഇപ്പോൾ അയാൾ ഇപ്പോൾ ടാർപ്പ അടിച്ച് വെച്ചിരിക്കുക. എന്നാന്ന് വെച്ചാൽ പറഞ്ഞ് അത് പുറം പോക്കാന്ന് പറയും. റോഡ് വീതി കൂട്ടുമ്പോൾ അതിലെ മാറ്റിയാൽ പോരെ, അതിനു മുമ്പ് അയാളെ പുറം പോക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പാവപ്പെട്ടവനൊന്നും കൊടുക്കില്ല. ഇതൊരു 10 2 ഏക്കർ സ്ഥലവും എല്ലാം കൂടെ വലിയൊരു മുതലാളിക്ക് കൊടുക്കുക, പാവപ്പെട്ടവനെ വഴി നിറക്കി വിടുക. അപ്പോൾ അതൊക്കെയാണോ ഇടതുപക്ഷ നയം എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ KICBയിലെ ഇടതുപക്ഷ സംഘടനകൾ. അതിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.